ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HVAC ഡ്രൈവ് FC101 എന്ന് പറയുന്ന ഡ്രൈവ് ഡാൻഫോസ് ബ്രാൻഡിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മൾ ഫീച്ചേഴ്സും അതിൻ്റെ പ്രത്യേകതകളും മറ്റു കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു വിഷൻ കൺട്രോൾസ് ലേണിംഗ് ആൻഡ് സൊല്യൂഷൻ പ്രൊവൈഡിംഗ് ചാനൽ. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് നോക്കുന്നത് HVAC ഡ്രൈവാണ്. ഡാൻഫോസ് 101 എന്ന് പറയുന്ന മോഡലിനെയാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഡ്രൈവ്. നമുക്ക് ഇത് 20 HP ഡ്രൈവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആക്ച്വലി ഇത് വളരെ റെയറായിട്ട് വരുന്നൊരു മോഡലാണ് ഈ 101. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. നമ്മൾ ഏകദേശം ഓർഡർ പ്ലേസ് ചെയ്തിട്ട് അറൗണ്ട് ഒരു 2 to 3 months നമ്മൾ മിനിമം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഡ്രൈവ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫീച്ചർ, അതാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് ഇൻബിൽറ്റ് ചോക്ക് ഫിൽറ്റർ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഫോർ എക്സാമ്പിൾ സാധാരണ നമ്മളൊരു ഇതിൻ്റെ മാക്സിമം ഡിസ്റ്റൻസ്, അതായത് മോട്ടറും VFD തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു 50 മീറ്റർ ഒക്കെ ആണെങ്കിൽ അവിടെ മെയിനായിട്ട് അതിൻ്റെ ഔട്ട്പുട്ടിൽ ഡിസ്റ്റോർഷൻ വരും, നോയ്സ് കൂടുതലായിരിക്കും. ആ നോയ്സ് കൂടുതലാവുന്നതുകൊണ്ട് തന്നെ എനർജി ലോസ് കൂടുതലായിട്ട് വരും. അപ്പോൾ അത് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് ഫിൽറ്ററാണ് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ HVAC ഡ്രൈവിൻ്റെ കേസിനകത്ത് ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ദർ ഈസ് നോ നീഡ് ഓഫ് എക്സ്ട്രാ ആക്സസറീസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു 50 മീറ്ററാണ് മാക്സിമം VFD മോട്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പാരാമീറ്റർ ചേഞ്ചിങ്ങിൻ്റെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പ്രോഗ്രാമിൻ്റെ സ്വഭാവം, അതായത് FC ഫാമിലിയിൽ വരുന്ന സെയിം തരത്തിലുള്ള ഒരു പാരാമീറ്റേഴ്സ് തന്നെയാണ് വരുന്നത്. FC051, 360, 301 ഇതിലൊക്കെ പറയുന്ന പോലെ തന്നെ ഉള്ള പാരാമീറ്റേഴ്സ് തന്നെയാണ് ഇതിനകത്ത്. ബട്ട് കുറച്ചും കൂടെ അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ടുള്ള റീസൺസും കൂടെ അതിനകത്ത് കാണിക്കും. ഓക്കെ, അതിൻ്റെ ഡിസ്പ്ലേയിലാണെങ്കിൽ നമുക്ക് ആൽഫ ന്യൂമറിക് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 7 ലാംഗ്വേജസ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് വളരെ ഒരു പാരാമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ, അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടെ അതിനകത്ത് കാണും. അതാണ് ഈ ഡ്രൈവിൻ്റെ പ്രത്യേകത. അടുത്ത ഒരു മെയിൻ ഫീച്ചർ, അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാവുന്ന ഒരു 3 ഫീച്ചറാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, ഫയർ ഓവർ റൈഡ് മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഇതിനകത്ത് ഒരു ഓപ്പറേഷൻസ് ഉണ്ട്. അതായത് നമ്മളിപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സ്മോക്ക് മറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഡ്രൈവ് ഒരു പരിധി വരെ ഓവർകം ചെയ്യും. അതിനുള്ള ഒരു കപ്പാസിറ്റി ഈ ഡ്രൈവിനകത്ത് ഉണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഒരു ഫീച്ചറാണ് ബെൽറ്റ് മോണിറ്ററിംഗ് ഓപ്ഷൻ. ബെൽറ്റ് മോണിറ്ററിംഗ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മൾ സപ്പോസ് ഒരു ബെൽറ്റ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു മോട്ടറാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എനിവേ അതിനകത്ത് പെട്ടെന്ന് ബെൽറ്റ് കട്ടായി കഴിഞ്ഞാൽ ആ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഡ്രൈവ് ഓട്ടോമാറ്റിക്കലി അത് സെൻസ് ചെയ്യും. അതുപോലെ തന്നെ അതിന് അലാറം കാണിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ ഫീച്ചർ. അടുത്തൊരു ഫീച്ചറാണ് സ്ലീപ്പ് മോഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ പവർ സേവിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കംപ്രസർ ആണെങ്കിലും അതിനകത്ത് ഡിമാൻഡ് ഉണ്ടല്ലോ, നമ്മൾ ഡിമാൻഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രൈവ് സ്ലീപ്പിംഗ് മോഡിലേക്ക് പോവുകയും സ്പീഡ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എപ്പോൾ ഡിമാൻഡ് ആവശ്യമുണ്ടോ ആ സമയത്ത് മാത്രം ഡ്രൈവ് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡ്രൈവിൽ HVACയിൽ വരുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ HVAC ഡ്രൈവ് മിക്കവാറും കംപ്രസറിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ കംപ്രസറിൻ്റെ പ്രഷർ ഓട്ടോമാറ്റിക് ഇത് മെയിൻറ്റെയിൻ ചെയ്തോളും. അപ്പോൾ അത്രയും തന്നെ നമുക്ക് പവർ സേവിങ് വരും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു 50% പവർ ഡൗൺ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എടുക്കുന്ന കൺസപ്ഷൻ വെറും 12.5% ഉണ്ടാവുള്ളൂ. നമുക്കറിയാം ഇത് ഓൾറെഡി അഫിനിറ്റി ലോ പ്രകാരമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് PM മോട്ടറിലും വർക്ക് ചെയ്യും, അതുപോലെ അസിൻക്രണസ് മോട്ടറിലും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ എല്ലാ ഡ്രൈവും എല്ലാ മോട്ടറും വർക്ക് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ PM മോട്ടർ മെയിനായിട്ട് പെർമനൻറ്റ് മാഗ്നറ്റ് മോട്ടർ, ആ മോട്ടറിനകത്ത് നമ്മൾ ഈ എല്ലാ ഡ്രൈവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. പക്ഷേ ഈ ഡ്രൈവിൽ നമുക്ക് രണ്ടും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത ഒരു ഫീച്ചറായിട്ട് പറയാനുള്ളത്. പിന്നെ നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ കപ്പാസിറ്റിയാണ്. ഈ ഡ്രൈവ് എത്ര HP വരെയൊക്കെയാണ് അവൈലബിൾ എന്നുള്ളത്. അതായത് 3 ഫേസ് 220 വോൾട്ടേജ് ആണെങ്കിൽ 60 HP വരയ്ക്കും. അതേപോലെ 3 ഫേസ് 380 വോൾട്ടേജ് ആണെങ്കിൽ 120 HP വരയ്ക്കും ഈ ഡ്രൈവ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 220 വോൾട്ടേജ് 3 ഫേസ് ആണെങ്കിൽ നമ്മളത് എഗെയിൻസ്റ്റ് ഓർഡർ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. അത് അറൗണ്ട് ഒരു 2 to 3 months 6 months ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. വെയിറ്റിംഗ് പീരീഡ് വളരെ കൂടുതലാണ് ഈ ഡ്രൈവിന്. എസ്പെഷ്യലി 3 ഫേസ് 380 വോൾട്ടേജ് ആണെങ്കിൽ കൂടെ മിനിമം ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 2 to 3 months. അതാണ് അതിൻ്റെ ഒരു ഡെലിവറി പീരീഡ്. എഗെയിൻസ്റ്റ് ഓർഡർ മാത്രമേ നമുക്ക് ഡ്രൈവ് കിട്ടുള്ളൂ. ഇത്രയും തന്നെ ഡെലിവറി ടൈമും ഡിമാൻഡും ഉള്ള ഒരു ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോസ്റ്റും അതുപോലെ തന്നെ കൂടുതലാണ്. അറൗണ്ട് ഒരു 50
50 to 80% കമ്പാരിറ്റീവ്ലി നോർമൽ ഡ്രൈവിനെക്കാട്ടിലും റേറ്റ് കൂടുതലാണ് ഈ ഡ്രൈവിന്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഫീച്ചറും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും തന്നെ കോസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾ ടെർമിനൽസിലേക്ക് വരികയാണെങ്കിൽ ഇതിനകത്ത് 4 ഡിജിറ്റൽ ഇൻപുട്ട് ഉണ്ട്, അതേപോലെ തന്നെ 2 അനലോഗ് ഔട്ട്പുട്ട്, 2 അനലോഗ് ഇൻപുട്ട്, അതേപോലെ തന്നെ 2 റിലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ RS485 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് 2 അനലോഗ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞല്ലോ, അതിന് നമുക്ക് കൺവേർട്ടബിൾ ആണ്. 2 ഡിജിറ്റൽ ഔട്ട്പുട്ട് ആക്കിയിട്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. അതാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഈ HVAC ഡ്രൈവിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽസും അതിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഫീച്ചേഴ്സൊക്കെയാണ് ഡിസ്കസ് ചെയ്ത്. കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക്